ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CMS Creations. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 9ലെ ഫസ്റ്റ് ചാപ്റ്റർ എക്സസൈസ് 1.4ലെ ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. റെപ്രസെന്റ് റൂട്ട് 9.3 ഓൺ നമ്പർ ലൈൻ. അതായത് റൂട്ട് 9.3നെ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാനാണ്. അതിന് നമ്മളൊരു മെത്തേഡ് ഇങ്ങനെയാണ് നമ്മളുടെ റെപ്രസെന്റേഷൻ വരിക. നമ്മളിങ്ങനെ ഒരു സർക്കിളൊക്കെ വരച്ചിട്ട് ഇവിടെ 9.3യും ഇവിടെ 1ഉം വരും. അപ്പൊ 9.3 × 1 എന്ന് പറയുന്നത് ഇതിന്റെ സ്ക്വയറിന് ഈക്വൽ ആണ്. അപ്പൊ ഇതിന്റെ സ്ക്വയർ കളയാൻ നമ്മൾ റൂട്ട് എടുക്കണം. അപ്പൊ റൂട്ട് 9.3 ആവും. ഓക്കെ, ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ ചിത്രം വരക്കുന്നത്. സോ നമുക്ക് ഇവിടെ ആദ്യം 9.3 ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു നമ്പർ ലൈൻ വരച്ചു ഞാൻ ഏകദേശം ഒരു 12 സെന്റിമീറ്റർ. നമുക്ക് എത്ര ലൈൻ വേണമെന്നുണ്ടെങ്കിലും വരക്കാം. ഈ സ്കെയിലിന് നിങ്ങൾ നമ്പർ ലൈൻ ആയിട്ട് എടുത്താൽ മതി കേട്ടോ. 0, 1, 2, 3 എന്ന് പറയുന്ന. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, അതായത് 10.3 വരെയുള്ളതിന്റെ, അതായത് 9.3 ആണ്. അപ്പൊ 10.3 വരെയുള്ളതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് വരക്കുന്നത്. അപ്പൊ അതിന്റെ ഏകദേശം ഒരു പകുതിയിൽ കൂടുതൽ വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? നമ്മൾ 10.3 വരെയാണ് കേട്ടോ. കേട്ടോ, കോമ്പസിന്റെ നീഡിൽ കണ്ടോ, അവിടെ 10.3 വരെയാണ് നമുക്ക് വേണ്ടത്. 0 തൊട്ട് 10.3 വരെയാണ് നമുക്ക് വേണ്ടത്. അതിൽ 1 സെന്റിമീറ്റർ മാർക്ക് ചെയ്യാം. കണ്ടോ, 9.3യിൽ നിന്നും 10.3യിലേക്ക് 1 സെന്റിമീറ്റർ ആണ്. ഇനി ഈ 10.3ന്റെ പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് 6 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 10.3ന്റെ പകുതിയിൽ കൂടുതലായില്ലേ. അപ്പൊ ഈ 10.3ന്റെ പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്? ഒരു സെമി സർക്കിൾ വരയ്ക്കുകയാണ്. അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കണം. സെന്റർ കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് സർക്കിൾ വരക്കാൻ പറ്റുള്ളൂ. അപ്പൊ 2 പോയിന്റിലും വെച്ചിട്ട് പകുതിയിൽ കൂടുതൽ കറക്റ്റ് നമ്മൾ വരക്കുന്ന ഓരോ സ്റ്റെപ്പുകളും ശ്രദ്ധിക്കുക കേട്ടോ. കറക്റ്റ് 9.3യിൽ കൂടുതൽ എടുത്തേണ്ടതാ നമ്മൾ വരക്കാൻ പോവാണ്. ഇനി ഈ കൂട്ടിമുട്ടിയ 2 പോയിന്റുകൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? യോജിപ്പിക്കാൻ പോവാണ്. ഈ കൂട്ടിമുട്ടിയ 2 പോയിന്റുകൾ തമ്മിൽ എന്ത് ചെയ്യുക? യോജിപ്പിക്കുക. ഓക്കെ, ഇതാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ആ പോയിന്റിൽ വെച്ചിട്ട് നമ്മളൊരു സെമി സർക്കിൾ വരയ്ക്കുക. അഥവാ നമ്മൾ കോമ്പസ് ഫിക്സ് ചെയ്താണ്ട് ആ സെമി സർക്കിൾ നമ്മൾ വരച്ചു. ഇനി ഈ സെമി സർക്കിൾ നമ്മൾ ഇവിടെ 1 സെന്റിമീറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഈ 1 സെന്റിമീറ്റർ, ഈ 1 സെന്റിമീറ്ററിന്റെ അവിടെ നിന്ന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുക. സർക്കിളിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ, സർക്കിളിൽ ടച്ച് ചെയ്യുന്നത് വരെ വരച്ചാലും മതി കേട്ടോ. അപ്പോൾ 1 സെന്റിമീറ്ററിന്റെ അവിടെ നിന്ന് നമ്മൾ വരച്ചു. ഈ 1 സെന്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് നമ്മൾ സർക്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ, അവിടം വരെ വരച്ച ഈ ലൈനാണ് നമ്മളുടെ 9.3 എന്ന് പറയുന്നത്. ഓക്കെ, ആ ലെങ്ത് നമ്മൾ കോമ്പസിൽ എടുക്കുക. അതാണ് നമ്മളുടെ 9.3 എന്ന് പറയുന്ന സാധനം. ഓക്കെ, അങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വരക്കാം. ഇനി നമ്മളുടെ നമ്പർ ലൈൻ നമ്മൾ എപ്പോഴും 0 എന്നാണല്ലോ തുടങ്ങുന്നത്. അപ്പൊ റൂട്ട് 9.3 നമ്മൾ 0 എന്ന് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ കോമ്പസിൽ എടുത്ത ഈ ലെങ്ത് നമ്മൾ എന്ത് ചെയ്യുക? 0ന്റെ അവിടെ കൊടുന്നു വെക്കുക. ഓക്കെ, നമുക്ക് 0ന്റെ അവിടെ കൊടുന്നു വെക്കാൻ പോയിന്റ്. കാരണം 0, 1, 2, 3 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നമ്പർ ലൈന് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ വരക്കുമ്പോൾ 3 പോയിന്റ് സംതിങ് കിട്ടും. 9ന്റെ റൂട്ട് 3 ആണ്. റൂട്ട് 9 എന്ന് പറയുന്നത് 3 ആണ് അല്ലെ. റൂട്ട് 9 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ റൂട്ട് 9.3 എന്ന് പറയുമ്പോൾ 3 പോയിന്റ് സംതിങ് വരും. ഇതാണ് 3 പോയിന്റ് സംതിങ്. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ 0, 1, 2, 3, 4, 5 എന്ന് പറയുന്ന നമ്പർ ലൈൻ സ്കെയിലിനെ നമ്മൾ നമ്പർ ലൈൻ ആയിട്ട് കൺസിഡർ ചെയ്തു. നമ്മളൊരു നമ്പർ ലൈൻ വരച്ചു. നമുക്ക് വേണ്ടത് 9.3 ആണ്. നമുക്ക് വേണ്ടത് 9.3 ആണ്. അതിലേക്ക് 1 ആഡ് ചെയ്യുക. 9.3ലോട്ട് 1 ആഡ് ചെയ്യുമ്പോൾ 10.3 കിട്ടും. ഇവിടെ 10.3 മാർക്ക് ചെയ്തു. അതിനുശേഷം 1 സെന്റിമീറ്റർ 9.3യിൽ നിന്നും 10.3യിലേക്കാണ് 1 സെന്റിമീറ്റർ. 9.3യും നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം ഈ 10.3യുടെ പകുതിയിൽ കൂടുതൽ, 6 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 10.3ന്റെ പകുതിയിൽ കൂടുതലുണ്ട്. ആ പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് ഈ 10.3യുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. അതിനുശേഷം ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ കോമ്പസ് വെച്ചിട്ട് നമ്മളൊരു സെമി സർക്കിള്, ഒരു അർദ്ധവൃത്തം അഥവാ സെമി സർക്കിൾ നമ്മൾ വരച്ചു. ഈ സെമി സർക്കിൾ വരച്ചതിന് ശേഷം ഈ 1 സെന്റിമീറ്റർ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും നേരെ സർക്കിളിന്റെ അതിലൂടെ നമ്മളൊരു ലൈൻ വരച്ചു.
ഈ സർക്കിളിൽ ടച്ച് ചെയ്യുന്ന ആ പോയിന്റ് അതാണ് നമ്മളുടെ 9.3 എന്ന് പറയുന്നത്. ആ 9.3 നമ്മൾ കോമ്പസിൽ എടുത്തു. അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരക്കാം, അല്ലെങ്കിൽ ഇതാ ഇവിടെ ഈ സീറോ നമ്പർ ലൈനിനെ നമ്മൾ സീറോ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സീറോയിൽ കോമ്പസ് വെച്ചുകൊണ്ട് ഈ 9.3യുടെ ലെങ്ത് കോമ്പസിൽ എടുത്തിട്ട് അത് നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് ഇവിടെ 9.3 എന്ന് കൊടുക്കാം. കാരണം റൂട്ട് 9 എന്ന് പറയുന്നത് 3 ആണ്. ഇങ്ങോട്ട് വരുമ്പോൾ 12 ഒക്കെ ആയില്ലേ. 12 ഒക്കെ നമുക്ക് 9.3യിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ. 12 എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം 9 എന്തിൻ്റെ ആ റൂട്ട് 81ന്റെ സ്ക്വയർ ഒക്കെ കഴിഞ്ഞു, 10ഉം കഴിഞ്ഞു പോയി, അഥവാ റൂട്ട് 100 ഒക്കെ കഴിഞ്ഞു പോയി. റൂട്ട് 100ന്റെ വാല്യൂ ആണ് 10 എന്ന് പറയുന്നത്. അപ്പോൾ 10 പോയിന്റ് സംതിങ് എന്നൊക്കെ വരും. ഓക്കെ, 11 12 എന്നൊക്കെ പറയുമ്പോൾ 12 റൂട്ട് 44ൻ്റെയാണ്. ഓക്കെ, അപ്പോൾ റൂട്ട് 144ൻ്റെ മുകളിലേക്ക് പോകും നമ്മൾ 12 പോയിന്റ് സംതിങ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ 9.3 നമ്മൾ 0 എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ ഈ 9.3യുടെ വാല്യൂ കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ കുത്തിയിട്ട് നമ്മൾ 9.3 എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് റൂട്ട് 9 ഇപ്പോൾ ഏത് വരക്കാൻ പറഞ്ഞാലും കേട്ടോ, റൂട്ട് 10.3 ആയിക്കോട്ടെ 10.5 ആയിക്കോട്ടെ ഏതായിക്കോട്ടെ അതിലേക്ക് ഒന്ന് കൂട്ടിയിട്ട് വരക്കുക, എന്നിട്ട് ഇതേപോലെ വരക്കുക. ഓക്കെ.